അങ്കമാലി MLA റോജി എം ജോൺ വിവാഹിതനാകുന്നു. സ്വന്തം മണ്ഡലത്തിൽ നിന്നുള്ള കാലടി കാണിക്കമംഗലം പുളിയലിപ്പടിയിൽ കോലഞ്ചേരി വീട്ടിൽ പൗലോസ് ലിസി ദമ്പതികളുടെ മകൾ ലിപ്സിയാണ് വധു. ഇൻറ്റീരിയർ ഡിസൈനറാണ് ലിപ്സി. മാതാപിതാക്കളും സഹോദരനും എത്തി പെണ്ണുകാണൽ ചടങ്ങ് നടത്തി. അടുത്ത ഞായറാഴ്ച ഇരു കുടുംബങ്ങളും ചേർന്ന് വിവാഹ തീയതി തീരുമാനിക്കും. കണ്ണൂരിലെ തളിപ്പറമ്പ് ഉദയഗിരി സ്വദേശിയാണ് 42 വയസ്സുള്ള റോജി എം ജോൺ. 2016 മുതൽ അങ്കമാലിയിൽ നിന്നുള്ള MLA ആണ്. കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് താലൂക്കിൽ MV ജോണിൻ്റെയും എൽസമ്മയുടെയും മകനായി 1982 മെയ് 20-നാണ് ജനിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം SH കോളേജ്, തേവര, JNU എന്നിവിടങ്ങളിൽ നിന്ന് MAയും MPhilഉം കരസ്ഥമാക്കി. KSUവിലൂടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച റോജി NSU ദേശീയ പ്രസിഡന്റായിരുന്നു. 2001-ൽ തേവര SH കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. 2005-ൽ JNUവിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2006-ൽ JNU സെക്രട്ടറിയുമായിരുന്നു. 2011-ൽ NSUI വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട റോജി എം ജോൺ 2014 മുതൽ 19 വരെ NSUI ദേശീയ പ്രസിഡന്റുമായിരുന്നു. തീർത്തും രഹസ്യമായി വച്ചിരുന്ന കാര്യമായിരുന്നു. ലിപ്സിയെ നേരത്തെ തന്നെ അറിയാം. പക്ഷേ പ്രേമവിവാഹമല്ല, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതുമല്ല, അറേഞ്ച്ഡ് മാരേജ് ആണെന്നാണ് റോജി പറയുന്നത്. കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നില്ല. അവരുടെ സ്വകാര്യത കൂടി നോക്കേണ്ടതുണ്ടെന്നും റോജി പറഞ്ഞു. കോൺഗ്രസിലെ യുവ നേതാക്കളിൽ ഏറ്റവും ശ്രദ്ധേയനായ നേതാവാണ് റോജി. KPCC പ്രസിഡന്റ് പദവിയിലേക്ക് നിയോഗിക്കപ്പെടാൻ സാധ്യതകളേറെയാണ്. യുവ നേതാവ്, പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിൽ നിന്നുമുള്ള ഒരാൾ KPCC പ്രസിഡന്റ് പദവിയിലെത്തിയാൽ കോൺഗ്രസിന് ഗുണകരമാകുമെന്ന അഭിപ്രായം രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കുണ്ട്. AK ആൻ്റണി 32-ാം വയസ്സിലും K മുരളീധരൻ 44-ാം വയസ്സിലും KPCC പ്രസിഡന്റായിരുന്നു. ഇത് രണ്ടും ഒഴിച്ചു നിർത്തിയാൽ 50 വയസ്സിൽ താഴെ ആരും സമീപകാലത്തെങ്ങും കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലപ്പത്ത് എത്തിയിട്ടില്ല. ഈ അവസ്ഥയിൽ മാറ്റം വേണമെന്ന ആഗ്രഹം കോൺഗ്രസ് നേതൃനിരയിലുണ്ട്. ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു ക്രൈസ്തവ നേതാവിൻ്റെ അഭാവം വിവിധ സഭാ വിഭാഗങ്ങളിൽ സജീവ ചർച്ചയുമാണ്. അതുകൊണ്ട് തന്നെയാണ് റോജിയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത്.